ഹലോ, നമുക്ക് ഇന്നിവിടെ ചെയ്യാനുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കണം. എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം എഫ് തന്നിട്ടുണ്ട്. എത്രയാണ് എഫ്? എത്രയാണ്? 1/3. ഓക്കെ. ഇനി എന്ത് തന്നിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1/6. അപ്പോൾ ഫസ്റ്റ് ടേമും അറിയാം, കോമൺ ഡിഫറൻസും അറിയാം. എന്ത് കണ്ടുപിടിക്കണം? ഇതിലെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ സീക്വൻസിൽ വന്നിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ? 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? ഒരു ഓൾജിബ്രായിക് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. എഫ് അറിയാം, ഡി അറിയാം, നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. എഫ് എത്രയാണ്? 1/3 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 1/6. ഓക്കെ, വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 1/3 അതുപോലെ എഴുതി, പ്ലസ് 1/6 ഇൻറ്റു എൻ 1/6n മൈനസ് 1/6 ഇൻറ്റു ആ 1/6 എന്ന് തന്നെ ആവും. ഇനി എന്ത് ചെയ്യും? 1/6n അതുപോലെ ഇട്ടിട്ട് 1/3യും ഈ മൈനസ് 1/6ഉം കൂടെ ചെയ്യും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1/3 മൈനസ് 1/6 ഫ്രാക്ഷൻ കുറയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യും. 1 ഇൻറ്റു 6 6 ആണ്. 6 മൈനസ് 1 ഇൻറ്റു 3 എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6. 3 ഇൻറ്റു 6 18 ഈക്വൽ ടു 6 മൈനസ് 3 3 ആണ്. 3/18 എന്ന് കിട്ടി. 3/18 എത്രയാണ്? ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യും? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യും. ന്യൂമറേറ്ററിൽ 1 ആവും, ഡിനോമിനേറ്ററിൽ എന്താവും? 6 എന്ന് കിട്ടി. 1/6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് നമുക്ക് 1/6 ആവും. 1/6 അതുപോലെ എഴുതിയിട്ട് ബാക്കിയുള്ള 1/6n അതുപോലെ എഴുതി. ഓക്കെ, ഇനി നോക്കിയേ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ നോക്കിയേ, 1 + 1n, അതായത് 1 + n ആണ്. 1 + n എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതാം, 1 + n. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓൾജിബ്രായിക് ഫോം 1 + n/6 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഈ പറഞ്ഞ സീക്വൻസിലെ എല്ലാ ടേംസും ഈ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. 1 + n/6 എന്നുള്ള ഫോമിലായിരിക്കും ഇരിക്കുന്നത്, ആണല്ലോ. അപ്പം നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് ഇതിലെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിലുണ്ടായിരിക്കും. ഈ സീക്വൻസിൽ എവിടെയെങ്കിലുമൊക്കെ ടേംസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഓൾജിബ്രായിക് ഫോം കിട്ടിയിരിക്കുന്നത് ഫ്രാക്ഷൻ്റെ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രാക്ഷനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഫ്രാക്ഷനായിട്ടാണ് ഇവിടുത്തെ ഓൾജിബ്രായിക് ഫോം ഇരിക്കുന്നത്. നമുക്ക് എന്താക്കണം? നാച്ചുറൽ നമ്പർ ആക്കണം. ഫ്രാക്ഷൻ നമുക്ക് വേണ്ട. അപ്പം നമുക്ക് മുകളിൽ താഴെ ഇവിടെ ഒരു 6 ഉണ്ട്. ഡിനോമിനേറ്റർ 6 ആണ്. ന്യൂമറേറ്ററും 6 ആയ അത് രണ്ടും ക്യാൻസലായി പോയി 1 കിട്ടൂലേ ഈ ഓൾജിബ്രായിക് ഫോമിൽ. അപ്പം നമുക്ക് ന്യൂമറേറ്റർ ഈ 1 + n എന്നുള്ളത് നമുക്ക് എന്താക്കണം? 1 + n എന്നുള്ളത് നമുക്ക് 6 ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്നിന് എത്ര വാല്യൂ കൊടുക്കേണ്ടി വരും? n is equal to എത്രയാണ്? 5 എന്ന് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നിട്ട് നോക്കിയേ, ഇഫ് n is equal to 5, ഇക്വേഷൻ എങ്ങനെയാവും? 1 + 5/6 എന്നാവും. 1 + 5/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6/6. 6/6 എത്രയാണ്? 1 ആണ്. 6/6 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എന്താണ്? nth ടേം അല്ലല്ലോ, ഫിഫ്ത്ത് ടേം. ദാറ്റ് ഈസ് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? ഫിഫ്ത്ത് ടേം ഈസ് 1. അതായത് ആദ്യത്തെ നാച്ചുറൽ നമ്പർ ആയില്ലേ. അതുപോലെ നമുക്ക് 2 കിട്ടണം. അപ്പോൾ നമുക്ക് 6/6 1 എന്ന് കിട്ടി. അതുപോലെ നമുക്കത് എന്താവണം? 2 ആവണം. അതിനെന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ ഈ 1 + n എന്നുള്ളത് എന്താവണം? 12 ആവണ്ടേ. 12/6 അല്ലേ 2. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ 12 കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 1 + n എന്നുള്ളത് 12 കിട്ടണമെങ്കിൽ n എത്രയായിരിക്കണം? 11 ആയിരിക്കണ്ടേ.
n 11 ആവണ്ടേ, ഈ +1 അപ്പുറത്താകുമ്പോൾ -1 ആവും. അപ്പോൾ n എന്നുള്ളത് 11 ആവണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇഫ് n is equal to 11 എന്താവും? നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്താവും? 1 + n പകരം 11/6 എന്നാവും. 1 + 11 എത്രയാണ്? 12. 12/6 എന്ന് കിട്ടി. 12/6 എത്രയാണ്? 2. അതായത് രണ്ടാമത്തെ നാച്ചുറൽ നമ്പർ ആയി. ദാറ്റ് ഈസ് 11th ടേം ഈസ് 2. അപ്പോൾ രണ്ടാമത്തെ നാച്ചുറൽ നമ്പറും ആയില്ലേ. ഇതുപോലെ മൂന്നാമത്തെ നാച്ചുറൽ നമ്പർ, അതായത് 3 കിട്ടണം. ആൻസർ നമുക്കിവിടെ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 12/6 വന്നിടത്ത് നമുക്ക് എന്താവണം? 12/6 = 2 കിട്ടിയിടത്ത് നമുക്ക് 3 ആവണം. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൽ 12ന്റെ പ്ലേസിൽ ആര് വരണം? 12ന്റെ പ്ലേസിൽ ആര് വരണം? 12ന്റെ പ്ലേസിൽ ആര് വരണം? 18 വരണം. 18/6 അല്ലേ 3? 18/6 ആണ് 3. അപ്പോൾ 1 + n എന്നുള്ളത് നമുക്ക് 18 വരണമെങ്കിൽ n ആരായിരിക്കണം? ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. 18 - 1 എന്ന് വരും. ദാറ്റ് ഈസ് 17. n എന്നുള്ളത് 17 ആവും. മനസ്സിലായോ? അപ്പോൾ ഇഫ് n is equal to 17, വാല്യൂ വരുന്നത് നോക്കിയേ. 1 + n പകരം എന്ത് കൊടുക്കണം? n പകരം നമ്മൾ 17 കൊടുക്കണം. 17/6 = എത്ര കിട്ടും? 1 + 17 എന്ന് പറഞ്ഞാൽ 18. 18/6 എന്ന് കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 3. മൂന്നാമത്തെ നാച്ചുറൽ നമ്പർ ആയില്ലേ. മൂന്നാമത്തെ നാച്ചുറൽ നമ്പർ അതിൽ ടേം ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ഇഫ് എന്ത് പറയാം? 17th ടേം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 17th ടേം ഈസ് 3. അങ്ങനെ നമ്മൾ നോക്കിയാൽ 4ഉം 5ഉം 6ഉം എല്ലാം ഇതിലെ ടേംസ് ആവും. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? എങ്ങനെ പറയാം? ഈ സീക്വൻസിൽ എന്താണ്? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ അല്ലേ? നമുക്കിവിടെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. 4. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ്. എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്, ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ നോക്കണം. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം f is equal to 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് d is equal to 2/3 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. പക്ഷെ എന്തില്ല? ഈവൻ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ്? 2, 4, 6 എക്സെട്ര. എന്ന് വെച്ചാൽ 2ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ല. 2n ഒന്നും ഇല്ല എന്നാണ് നമ്മൾ കാണിക്കാനുള്ളത്. മനസ്സിലായോ? 2n ഇല്ല. അതായത് 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 2ന്റെ മൾട്ടിപ്പിൾസ് അതല്ലേ 2n. അതൊന്നും ഇല്ല എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാണിക്കാൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതും നമ്മൾ ചെയ്യുന്നത് ഓൾജിബ്രായിക് ഫോമിലാണ്. ഓൾജിബ്രായിക് ഫോമിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇക്വേഷനിൽ കൊടുത്ത് ഓൾജിബ്രായിക് ഫോം, അതിൻ്റെ ജനറൽ ഫോം കണ്ടുപിടിക്കണം. ഈ സീക്വൻസിൻ്റെ ജനറൽ ഫോം കണ്ടുപിടിക്കണം. ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ ഇതായിരുന്നു, f + n - 1 × d ഈക്വൽ ടു f എത്രയാണ്? 1/3 പ്ലസ് n - 1 × d എത്രയാണ്? 2/3. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലേ. അപ്പോൾ 1/3 അതുപോലെ മാറ്റമൊന്നുമില്ല. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2/3 × n എത്രയാണ്? 2/3n മൈനസ് 1 × 2/3 എന്നുള്ളത് എന്താവും? 2/3 എന്ന് തന്നെ ആവും. ഓക്കെ, ഇനി നമ്മൾ 2/3n അല്ലെങ്കിൽ 2n/3 എന്നുള്ളത് അങ്ങനെ ഇട്ടിരുന്നിട്ട് 1/3 - 2/3 ചെയ്യും. 1/3 - 2/3. നിങ്ങളൊന്ന് നോക്കിയേ, ഫ്രാക്ഷൻ കുറയ്ക്കാനാണ്. നമ്മൾ ഫ്രാക്ഷൻ കുറയ്ക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടാൻ വരുമ്പോൾ ആദ്യം ഡിനോമിനേറ്റർ നോക്കണം. ഡിനോമിനേറ്റർ ഇവിടെ സെയിം അല്ലേ? ഡിനോമിനേറ്റർ 3 ആണ്. 3 കോമൺ ആയിട്ട് എഴുതി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കണം. 1 - 2 എന്ന് കിട്ടും. 1 - 2 എത്രയാണ്? 1 - 2 -1 എന്ന് കിട്ടും. -1/3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? -1/3 എഴുതി പ്ലസ് ബാക്കിയുള്ള 2n/3 എന്നും എഴുതി. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഫ്രാക്ഷൻ കൂട്ടാൻ വന്നേക്കുന്നു. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടാം അല്ലേ. അപ്പോൾ -1 + 2n എന്ന് കിട്ടും. -1 + 2n ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണേ, 2n - 1/3. തെറ്റുണ്ടോ? 2n അവിടെ പോസിറ്റീവാണ്, 1 എന്നുള്ളത് അവിടെ മൈനസ് ആണ്. വേറെ മാറ്റമൊന്നുമില്ല. നമ്പർ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി.
2n-3 എന്നുള്ള ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. 2n-3 എന്ന് കിട്ടി. ഓക്കെ, 2n-3 കിട്ടി. അപ്പോൾ ഇതാണ് ഓൾജിബ്രായിക് ഫോം. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് ഇതിലെല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഈവൻ നമ്പേഴ്സ് ഇല്ല എന്ന് കാണിക്കണം. ഈവൻ നമ്പേഴ്സ് ഒന്നും ഇതിലെ ടേംസ് അല്ല എന്ന് കാണിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമ്മുടെ ഓൾജിബ്രായിക് ഫോം 2n-1/3 എന്നാണ്. ഓക്കെ, 2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2n എന്ന് വെച്ചാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? 2n എന്ന് പറഞ്ഞാൽ അത് ഈവൻ എന്നാണ് മീൻ ചെയ്യുന്നത്. ഈവൻ നമ്പറാണ് അല്ലേ? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 6 ഒരു ഈവൻ നമ്പറാണ്. 6 എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 1 മൈനസ് ചെയ്യുന്നു. ഓക്കെ, 1 മൈനസ് ചെയ്താൽ 6 എന്ന് 1 മൈനസ് ചെയ്താൽ 5 ആവും. 5 ഒരു ഓഡ് നമ്പർ അല്ലേ? വേറൊരു ഈവൻ നമ്പർ എടുക്കുന്നു, 12. 12 എന്ന് 1 മൈനസ് ചെയ്താൽ അത് എന്താവും? ഓടാവും. അപ്പോൾ ഒരു ഈവൻ നമ്പറിൽ നിന്ന് ഞാൻ 1 മൈനസ് ചെയ്താൽ അത് എന്തായി? ഈവൻ നമ്പറിൽ നിന്ന് ഞാൻ ഒരു 1 മൈനസ് ചെയ്താൽ അത് എന്താവും? അതൊരു 2n-1 ചെയ്യുമ്പോൾ അതെന്താവും? ഓടാവും. ഓഡ് നമ്പർ ആയില്ലേ? ഓക്കെ, ഈവൻ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ തൊട്ട് ബാക്കിലുള്ള ഓഡ് നമ്പർ വരും. ഇനി നോക്കിയേ, ഒരു ഓഡ് നമ്പറിനെ 2n-1/3 ചെയ്യാണ് ഇനി. അതല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ നോക്ക്, ഒരു ഓഡ് നമ്പറാണ് ന്യൂമറേറ്ററിലുള്ളതെന്ന് മനസ്സിലായി. ഒരു ഓഡ് നമ്പറിനെ 3 എന്നുള്ളത് വേറൊരു ഓഡ് നമ്പർ അല്ലേ? ഒരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഓഡ് നമ്പറിനെ വേറൊരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങളൊന്ന് നോക്കി, ഒരു ഇക്വേഷൻ നമുക്ക് വേറെ ഒന്ന് ചെയ്ത് നോക്കാം, എക്സാമ്പിൾ ചെയ്യാം. 15 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര കിട്ടും? 5 എന്ന് കിട്ടി. അതൊരു ഓഡ് നമ്പറാണ് ആണല്ലോ. ഇനി വേറൊന്ന് ചെയ്ത് നോക്കാം. 21 ഒരു ഓഡ് നമ്പറാണ്. 21നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 7 കിട്ടും. അതും ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? അത് വീണ്ടും എഗെയിൻ ഒരു ഓഡ് നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ഓടെന്ന് തന്നെ കിട്ടി. ഈവൻ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ 2n-1/3 ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? ഓടേ കിട്ടുള്ളൂ. നോ ഈവൻ നമ്പേഴ്സ്. പറഞ്ഞാൽ മനസ്സിലായോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു. ആദ്യം 2n എടുത്തു. 2n എടുത്തപ്പോൾ അത് എന്ത് വന്നു? അത് ഈവൻ ആണ്. 2n എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് അർത്ഥം. 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഈവൻ ആണ്. അതിന്ന് ഈവൻ നമ്പറിൽ നിന്ന് ഞാൻ 1 മൈനസ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? തൊട്ട് ബാക്കിലുള്ള നമ്പർ അത് ആരാണ്? അതൊരു ഓഡ് നമ്പറാണ്. 2n-1 ചെയ്തപ്പോൾ അത് ഓഡ് നമ്പറായി. ഇനി നമ്മൾ എന്ത് ചെയ്തു? 2n-1/3 ചെയ്തു നോക്കി. അതായത് ന്യൂമറേറ്ററിലുള്ള ഈ ഓഡ് നമ്പറിനെ 2n-1 എന്നുള്ള ഓഡ് നമ്പറിനെ താഴെ ഒരു 3 ഉണ്ട്. 3 എന്ന് വെച്ചാൽ അഗെയിൻ വേറൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഓഡ് നമ്പറേ കിട്ടുള്ളൂ. എന്ത് കിട്ടില്ല? ഈവൻ നമ്പർ കിട്ടില്ല. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ 4th ക്വസ്റ്റ്യൻ്റെ പ്രൂഫ്. ഇതാണ്. മനസ്സിലായോ?